ചെണ്ടമേളം പരിശീലനം കാണാൻ PK ഗോപി എത്തി. IC Moon Ice Cream, a Janata Charitable Society product. പയ്യന്നൂരിൻ്റെ കലാസാംസ്കാരിക രംഗത്ത് കഴിഞ്ഞ 40 വർഷമായി സജീവമായി പ്രവർത്തിക്കുന്ന യൂണിക്കൊക്കാനിശ്ശേരിയുടെ 40ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് അരങ്ങേറ്റം നടത്താനായി വിവിധ പ്രായത്തിലുള്ള 40ഓളം കലാകാരന്മാരെ അണിനിരത്തി നടത്തുന്ന ചെണ്ടമേളം പരിശീലനം പുരോഗമിക്കുന്നു. ഫോക്ക്ലാൻഡ് പയ്യന്നൂരിൻ്റെ സഹകരണത്തോടെയാണ് പരിശീലനം. യൂണിക്കൊക്കാനിശ്ശേരി ഇതിനകം നിരവധി സാംസ്കാരിക പരിപാടികൾ നടത്തിയിട്ടുണ്ടെങ്കിലും ചെണ്ടമേളം ഒരുക്കുന്നത് ഇത് ആദ്യമായെന്നാണ് ക്ലബ്ബ് പ്രസിഡന്റ് CT മോഹനൻ, സെക്രട്ടറി KV പത്മനാഭൻ എന്നിവർ പറഞ്ഞു. യൂണിക്കൊക്കാനിശ്ശേരി കഴിഞ്ഞ 40 വർഷമായിട്ട് പയ്യന്നൂരിൽ പ്രവർത്തിക്കുന്ന ഒരു സാംസ്കാരിക സംഘടനയാണ്. നിരവധിയായിട്ട് ഒരുപാട് സാംസ്കാരിക പരിപാടികൾ, അത് നാടകങ്ങളായാലും നമ്മുടെ വാർഷിക ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള സിനിമാ പ്രദർശനങ്ങളായാലും, ഇപ്പോൾ കേരളത്തിൽ തന്നെ എന്ന് പറഞ്ഞാൽ ജോൺ അബ്രഹാമിൻ്റെ സിനിമ നമ്മളാണ് ആദ്യമായിട്ട് പയ്യന്നൂരിൽ നടത്തിയിട്ടുള്ളത്. അതായത് അത് ഒരു ജനകീയ സിനിമ എന്ന രീതിയിൽ ഇവിടെ പയ്യന്നൂരിൽ, കണ്ണൂർ ജില്ലയിലെ ആദ്യത്തെ പ്രകടനം ഇവിടെ പ്രദർശനം നടത്തിയിട്ടുള്ളത് നമ്മളാണ്. അപ്പോൾ അങ്ങനെ അത് തുടങ്ങി നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ, നമ്മളെ 5ഓളം നാടകങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ കാലയളവിൽ തന്നെ ഒരുപാട് കുട്ടികളുടെ നാടകങ്ങൾ ചെയ്തിട്ടുണ്ട്, അതുപോലെ മുതിർന്നവരുടെ നാടകങ്ങളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ, പിന്നെ സാംസ്കാരികമായിട്ടുള്ള നമ്മളെ സംവാദങ്ങൾ പല വിഷയങ്ങളെ സംബന്ധിച്ചും, അത് വലിയ പാരിസ്ഥിതികമായിട്ടുള്ള വിഷയങ്ങളെ സംബന്ധിച്ചായാലും, അതുപോലെ തന്നെ ആണവ നിലയത്തെ സംബന്ധിച്ചിട്ടുള്ള വലിയ ചർച്ചകൾ നമ്മളെ സംബന്ധിച്ച് നടത്താറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളാണ്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് നമ്മൾ വായനശാല രൂപീകരിക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾ വേറെ തരത്തിൽ നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നീട് ഈ വായനശാല കേന്ദ്രീകരിച്ചിട്ട് പുസ്തക ചർച്ചകൾ, വായനായനം പോലെയുള്ള പരിപാടികൾ, അതിൻ്റേതായിട്ട് തുടർന്ന് വരുന്ന ഒട്ടേറെ പരിപാടികൾ നമ്മൾ ആസൂത്രണം ചെയ്യുകയും നടപ്പിലാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ തുടർച്ചയായിട്ടാണ് നമ്മൾ 25ാം വാർഷികത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഒരു കോൽക്കളി നമ്മൾ സംഘടിപ്പിക്കണം. അത് കുട്ടികളും വലിയവരും വനിതകളും അടക്കമുള്ള വലിയ ഒരു സംഘം പരിപാടി നമ്മൾക്ക് ഇവിടെ നടത്തുകയുണ്ടായി. അപ്പോൾ ഇപ്പോൾ ഈ 40ാം വാർഷികത്തിൽ ഒരു 40 കുട്ടികളെ വെച്ചുകൊണ്ടുള്ള, കുട്ടികളും വലിയ ആളും സ്ത്രീകളും ഒക്കെ തന്നെ പങ്കെടുപ്പിച്ച് കൊണ്ടുള്ള ഈ പരിപാടി നമ്മൾ അരങ്ങേറാൻ വേണ്ടി പോവുകയാണ്. മെയ് 11-നാണ് ഇതിൻ്റെ അരങ്ങേറ്റം. ലോകപ്രശസ്തനായിട്ടുള്ള വാദ്യകലാകാരൻ മട്ടന്നൂർ ശങ്കരൻകുട്ടിയാണ് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. അതിൽ വിവിധ രാഷ്ട്രീയവും സാമൂഹികവുമായ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവരൊക്കെ പങ്കെടുപ്പിച്ചു കൊണ്ടുള്ള ഒരു വലിയ പരിപാടി ഇവിടെ നടക്കും. അതിൻ്റെ അരങ്ങേറ്റവും നമ്മൾ പ്രാദേശികമായിട്ടുള്ള കലാകാരന്മാരുടെ പരിപാടികളുടെ പ്രദർശനമൊക്കെ നടക്കും. നിരവധി കുട്ടികളെ ചെണ്ടമേളം പരിശീലിപ്പിച്ച് ശ്രദ്ധേയനായ പയ്യന്നൂർ സുധിയുടെ നേതൃത്വത്തിലാണ് പരിശീലനം നടക്കുന്നത്. ബാങ്ക് ജോലിക്കിടയിൽ കിട്ടുന്ന ഒഴിവ് സമയം പരമാവധി പ്രയോജനപ്പെടുത്തി ഇത്രയും കുട്ടികളെ ചെണ്ടമേളം പഠിപ്പിക്കാൻ സാധിക്കുന്നതിൽ ഏറെ സന്തോഷവാനാണ് താനെന്ന് പയ്യന്നൂർ സുധിയും പ്രതികരിച്ചു. യഥാർത്ഥ സമ്പ്രദായ പ്രകാരം പുളിമൂട്ടിയും കരിങ്കല്ലും ഉപയോഗിച്ച് ചെയ്യുന്ന സാധാരണ സമ്പ്രദായ പ്രകാരമാണ് നമ്മൾ ഇവിടെ ക്ലാസ് ആരംഭിച്ചിട്ടുള്ളത്. കരിങ്കല്ലിന് പകരം ഇപ്പം സുലഭമായി കിട്ടുന്ന മരത്തിൻ്റെ കുട്ട വെച്ചിട്ടാണ് ഇപ്പം ക്ലാസ്സുകൾ നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഒരു പ്രാവശ്യം ക്ലാസ്സിൻ്റെ കുറച്ച് മുന്നേറ്റം വരുന്ന സമയത്ത് ചെണ്ട കൊണ്ടുവന്നിട്ട് ഒരു ദിവസം ചെണ്ടയിൽ
ഒരു പരിചയപ്പെടുത്തൽ, കോലും ചണ്ടിയും തമ്മിൽ ഒരു പരിചയപ്പെടുത്തൽ അതിൻ്റെ ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് നടത്തും. അതിനുശേഷം വീണ്ടും ക്ലാസ്സിനെ ഒന്നും കൂടി മെച്ചപ്പെടുത്തിയിട്ട് അരങ്ങേറ്റത്തിൻ്റെ ലെവലിലേക്ക് ഒന്നും കൂടി ആ ക്ലാസ്സിനെ മികച്ച രീതിയിലേക്ക് ഏതൊക്കെ കുട്ടികളാണ് ചണ്ടയിൽ വരുമ്പം നമുക്ക് കുട്ടികളെ പഠിക്കാനുണ്ട്. ആ പഠനം എനിക്ക് ഈ ചണ്ട കൊണ്ടുവരുന്ന സമയത്താണ് മനസ്സിലാവുക. അതിനുശേഷം ആ കുട്ടികളെ കണ്ടെത്തി അവർക്ക് കൂടി മികച്ച രീതിയിൽ ക്ലാസ്സുകൾ നൽകി എല്ലാ കുട്ടികളെയും നമ്മളെ മുമ്പിൽ വലിയവർ ചെറിയവെന്നില്ല, എല്ലാവരും പഠിതാക്കളാണ്. അപ്പം ഓരോ പഠിതാവിനെയും ഒരേപോലെ അരങ്ങേറ്റത്തിന് അല്ലെങ്കിൽ ചണ്ട കൊട്ടുന്നതിന് പ്രാപ്തമാക്കി എടുക്കുക എന്നാണ് എൻ്റെ ഒരു ലക്ഷ്യം, എൻ്റെ ഉദ്ദേശവും. അതിലൂടെ ഇപ്പം ഇവിടെ പയ്യന്നൂർ തന്നെ 3 സ്ഥലങ്ങളിലുണ്ട്. പിന്നെ കുറുവേലി അരുണോദയ കലാസമിതിൻ്റെ ക്ലാസ് ഒരു അരങ്ങേറ്റം ഇപ്പോൾ കഴിഞ്ഞു. അത് തുടർ ക്ലാസ് ഇപ്പോൾ ഈ വെക്കേഷനിൽ ഇപ്പം വീണ്ടും തുടങ്ങാതിരിക്കുകയാണ്. അതാണ് കേശവ തീരത്ത് അവിടെ ഒരു ക്ലാസ് ഉണ്ട്. എവിടെ നിന്നാണോ ക്ലബ്ബുകളിൽ നിന്ന് അല്ലെങ്കിൽ അമ്പല സാമീപ്യമുള്ള അല്ലെങ്കിൽ ക്ലബ്ബുകൾ, സ്കൂള്, അങ്ങനെയുള്ള എവിടെ നിന്ന് വിളിച്ചാലും എനിക്കിപ്പോൾ 6 ദിവസങ്ങളിലും വൈകുന്നേരം ബാങ്ക് കഴിഞ്ഞാൽ 6 മണിക്ക് 6:30ക്ക് ശേഷം 7 മണി മുതൽ ഒരു 9 മണി വരെ 9:30 വരെയുള്ള സമയങ്ങളിൽ ഞാൻ ഈ ക്ലാസ്സിന് വേണ്ടിയിട്ടാണ് എൻ്റെ സമയം ചിലവഴിക്കുന്നത്. അത് ഒരു സന്തോഷമായിട്ട് കാണുന്നു. ഇത്രയും കുട്ടികളെ പഠിപ്പിക്കാൻ ഒരു ഭാഗ്യം കിട്ടുക എന്നുള്ളത്. പിന്നെ എൻ്റെ ആശാനായ മട്ടന്നൂർ ശങ്കരൻകുട്ടി സാറിൻ്റെ ആശാൻ്റെ എല്ലാ പ്രോത്സാഹനവും എനിക്കുണ്ട്. അതുകൊണ്ട് എനിക്കതിൽ വ്യാപരിക്കുന്നതിൽ സന്തോഷമേ ഉള്ളൂ. ചെണ്ടമേളം പരിശീലനം കാണാൻ കവിയും ഗാനരചയിതാവുമായ PK ഗോപി എത്തിയത് സംഘത്തിന് ഏറെ ആവേശമേകി. താളമാണ് ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നതെന്നും താളം തെറ്റുമ്പോഴാണ് എല്ലാം അവതാളത്തിലാകുന്നതെന്നും PK ഗോപിയും പ്രതികരിച്ചു. പയ്യന്നൂരിലെ ഒരു അവാർഡ് സ്വീകരണ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ PK ഗോപി യൂണിക് ഗ്രന്ഥാലയം സെക്രട്ടറി KV സത്യൻ മാസ്റ്ററുടെ കൂടെയായിരുന്നു സ്ഥലത്തെത്തിയത്. ഈ ഗ്രാമം അനുഗ്രഹീതമാണ്, ഈ ഗ്രാമം ശുദ്ധവുമാണ്. ഇവിടുത്തെ കാറ്റും അന്തരീക്ഷവും താളം ആവഹിക്കുന്ന സന്ദർഭമാണിത്. താളം എന്ന് പറഞ്ഞാൽ പ്രാണൻ്റെ താളമാണ്, ജീവിതത്തിൻ്റെ താളമാണ്, ഈ ലോകം നിലനിൽക്കുന്നതിൻ്റെ താളമാണ്, അല്ലേ? അതെ. ആ താളവ്യവസ്ഥ തകരുമ്പോഴാണ് നമുക്കെന്തോ പ്രശ്നമുണ്ട്, കുഴപ്പമുണ്ട് എന്ന് നമുക്ക് തോന്നി തുടങ്ങുന്നത്. ലോകത്തിലെ അത്ഭുതം എന്ന് പറയുന്നത് താജ്മഹലോ ബാബിലോണിയയിലെ തൂങ്ങിക്കിടക്കുന്ന പൂന്തോട്ടമോ ചരിഞ്ഞ ഗോപുരമോ ഒന്നുമല്ല, നമ്മൾ തന്നെയാണ് അത്ഭുതം. ഈ നിൽക്കുന്ന നമ്മൾ തന്നെയാണ് അത്ഭുതം. ഈ ശരീരത്തിൽ, ഈ ശ്രുതിയുടെ ശരീരത്തിൽ ഇത്രയധികം താളങ്ങൾ ഒളിച്ചിരുന്നു എന്നുള്ളത് അത് പഠിക്കുകയും അനുഭവിക്കുകയും നിർവചിക്കുകയും ചെയ്യുന്നവർക്ക് ബോധ്യപ്പെടുന്ന വലിയ മഹത്തായ ഒരു കാര്യമാണ്. അതിനാണ് നമ്മൾ സംസ്കാരം എന്ന് പറയുന്നത്. ഇതാണ് കലയുടെ അത്ഭുതം. ഇത് കലാപത്തിന് വഴിതെളിക്കുന്നതേ അല്ല. കലാപം ഉള്ളിടത്ത് കല അവതരിക്കേണ്ടത് ഈ രീതിയിലാണ്. പയ്യന്നൂർ സുധിയുടെ ഈ രംഗത്തെ ആത്മസമർപ്പണത്തെ ഏറെ അഭിനന്ദിച്ചാണ് അദ്ദേഹം മടങ്ങിയത്. വടക്കൻ വാർത്തകൾ, ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. Stereo resistance. IC Moon Ice Cream, a Janata Charitable Society product.